KSU സംസ്ഥാന ക്യാമ്പിൽ തമ്മിൽ തല്ലി നേതാക്കൾ. 2 നിയോജകമണ്ഡലം അധ്യക്ഷന്മാർക്ക് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഘർഷ ദൃശ്യങ്ങൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടതിനെ തുടർന്ന് KPCC അധ്യക്ഷൻ 3 അംഗ കമ്മീഷനെ നിയോഗിച്ചു. അതേസമയം KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ മാധ്യമ വാർത്തകൾ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി. വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തിയുണ്ട്. നൃപൻ, KSUവിൽ കൂട്ടത്തല്ല്, അതായത് KSU സംസ്ഥാന ക്യാമ്പിൽ തമ്മിൽ തല്ലിയാണ് നേതാക്കൾ. 2 നിയോജകമണ്ഡലം അധ്യക്ഷന്മാർക്ക് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഘർഷ ദൃശ്യങ്ങൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടതിനെ തുടർന്നാണ് KPCC അധ്യക്ഷൻ അന്വേഷിക്കാൻ 3 അംഗ കമ്മീഷനെ നിയോഗിച്ചത്. എന്താണ് ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ? പിന്നു, കേരളത്തിലെ കോൺഗ്രസിനും KSUവിനും ആകെ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ് ഇന്നലെ നെയ്യാർ ഡാമിൽ നടന്ന തെക്കൻ മേഖല പരിശീലന കളരിയിൽ KSUവിൻ്റെ ക്യാമ്പിലുണ്ടായത്. KSUവിൻ്റെ സംസ്ഥാന ക്യാമ്പിൽ പങ്കെടുക്കുന്ന നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു, കൂട്ടത്തല്ലിലേക്ക് പോകുന്നു. 2 നിയോജക മണ്ഡലം പ്രസിഡന്റുമാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. അവർ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരത്തിലുള്ള തന്നെ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ ചികിത്സ തേടുന്നു. ഒരാൾക്ക് അടിയന്തര ശസ്ത്രക്രിയ അടക്കം വേണ്ടിവന്നു അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ. അത്തരത്തിൽ ഗുരുതരമായ പ്രശ്നമാണ് KSUവിൻ്റെ ക്യാമ്പിലുണ്ടായത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്ത ക്യാമ്പിലാണ് പിറ്റേ ദിവസം വൈകിട്ടോടുകൂടി ഇത്തരത്തിലുള്ള ഒരു സംഘർഷമുണ്ടായത്. രാത്രി ഈ ഫേസ്ബുക്കിലെ, പ്രത്യേകിച്ച് വാട്സപ്പിലെയും സോഷ്യൽ മീഡിയയിലെയും ചില മെസ്സേജുകളെക്കുറിച്ചുള്ള ചർച്ചയും തർക്കവുമാണ് കയ്യാങ്കളിയിലേക്ക് എത്തിയത്. എല്ലാവരും ഏകദേശം ഈ തർക്കത്തിലേർപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ മദ്യപിച്ചിരുന്നു എന്നതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. ഇത്തരത്തിൽ ഈ വാർത്തയുടെ ദൃശ്യങ്ങൾ ഏറ്റവും കൂടുതൽ അതിനകത്ത് നടന്ന സംഘർഷങ്ങളും ഏറ്റുമുട്ടലും, രക്തം ചിതറി തളം കെട്ടി നിൽക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ ആദ്യം കൈരളി ന്യൂസാണ് പുറത്തുവിട്ടത്. സജീവമായി കേരള രാഷ്ട്രീയത്തിൽ അത് ചർച്ച ചെയ്തിരുന്നു. രാഷ്ട്രീയ നേതാക്കൾ അത് ഏറ്റെടുത്തു. ആ ഘട്ടത്തിൽ പോലും KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അത് പൂർണ്ണമായി തള്ളിക്കളഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും പച്ചയായ യാഥാർത്ഥ്യം പുറത്തു വന്നിട്ട് പോലും ന്യായീകരിച്ച് രക്ഷപ്പെടാനാണ് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രമിച്ചത്. ഈ ദൃശ്യങ്ങൾ നിഷേധിക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുക. ദാറ്റ് ഈസ് മൈ പോയിന്റ്. ഏതാണ് ദൃശ്യം? ഞാൻ ഇതുവരെ അത്തരത്തിലുള്ള ഒരു ദൃശ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് ചോരത്തുള്ളികൾ ഉണ്ടായത് അത് ഇന്നലത്തെ വിഷ്വലുകൾ അല്ല എന്ന് വളരെ കൃത്യമായിട്ട് അടിവരയിട്ട് പറയുകയാണ്. ഇവിടെ അത് നിങ്ങളല്ലേ പരിശോധിക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിഷ്വൽ ഏതാണെന്ന് നിലവിൽ ഞാൻ പരിശോധിച്ചിട്ടില്ല. പാറശാല നിയോജക മണ്ഡലം പ്രസിഡന്റ് സുജിത്തും നെടുമങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള അഭിജിത്തും ഈ ക്യാമ്പിൽ പങ്കെടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഈ ക്യാമ്പിൽ ഒരു ചോദ്യത്തിന് ഒന്നല്ല, ഇത്രയും നിങ്ങൾ ചോദിച്ച കുറേയേറെ ചോദ്യങ്ങൾക്കല്ല ഞാൻ മറുപടി പറഞ്ഞു. ഇവിടെ പങ്കെടുത്ത ക്യാമ്പ് ഡെലിഗേറ്റ്സ് ആരൊക്കെയാണ്, എത്ര നേരം അവർ പങ്കെടുത്തു, ഏതെല്ലാം സെഷനുകൾ അവർ പങ്കെടുത്തു, അത് തൽക്കാലം കൈരളിയുടെ ഓഫീസിനോ മറ്റ് ആളുകൾക്ക് കൈമാറേണ്ടുന്ന സംഘടനാപരമായിട്ടുള്ള ആവശ്യം ഞങ്ങൾക്കില്ല. അത് ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ ക്യാമ്പുകളിൽ ഞങ്ങൾ പറയുന്നു. പരിക്കേറ്റ് ചികിത്സയിലാണെങ്കിൽ നിങ്ങൾ അതിന്റെ അണിയറ കഥകൾ നിങ്ങൾ അതിനെപ്പറ്റി എല്ലാം അന്വേഷിക്കുക. അല്ല, നിങ്ങൾ അന്വേഷിക്കുക. പിന്നെ നിങ്ങളുടെ മാധ്യമധർമ്മം എന്താ? നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം എന്താ? ചുമ്മാ റേറ്റിംഗിന് വേണ്ടിയിട്ട് വാർത്ത ഇടുക എന്നതല്ലല്ലോ നിങ്ങളുടെ അജണ്ട. കൈരളി ന്യൂസ് പുറത്തുവിട്ട വാർത്തയുടെ അടിസ്ഥാനത്തിൽ വളരെ ഗൗരവത്തോടെയാണ് KPCC നേതൃത്വം ഇതെടുത്തത്. അടിയന്തരമായി KPCC അധ്യക്ഷൻ K. സുധാകരൻ വിഷയത്തിൽ ഇടപെടുകയും 3 അംഗ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തു. KPCC സെക്രട്ടറിമാരായിട്ടുള്ള പഴകുളം മധുവിനെയും MM നസീറിനെയും ഒപ്പം തന്നെ AK ശശി, ദളിത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് AK ശശിയുമാണ് ഈ കമ്മീഷനായി നിയോഗിച്ചത്. MN നസീർ അവിടെ തന്നെ എത്തിച്ചേർന്ന്, ക്യാമ്പ് നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്ന് അദ്ദേഹം പ്രാഥമിക അന്വേഷണം നടത്തി. അലോഷി പറഞ്ഞതിൻ്റെ നേർവിപരീതമാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിലൊരു സംഘർഷം KSUവിൻ്റെ ക്യാമ്പിൽ നടന്നു. ഗൗരവത്തോടെ പാർട്ടി കാണുന്നു. പ്രാഥമിക അന്വേഷണം മാത്രമാണ് നടത്തിയത്. കൂടുതൽ അന്വേഷണത്തിൽ കുറ്റക്കാരൻ തെളിച്ചാൽ സംഘടന അടിയന്തരമായ നടപടിയെടുക്കും എന്നും MN നസീർ പറഞ്ഞു. വാട്സപ്പ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ അത് ഈ ക്യാമ്പിൽ ഇന്നലെ ചില ഗ്രൂപ്പുകളായിട്ടുള്ള ചെറിയ സംഘർഷങ്ങൾ ഉണ്ടായി എന്നുള്ളത് പ്രാഥമികമായി അന്വേഷണത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. കൂടുതൽ കൃത്യമായ അന്വേഷണം നടക്കും. എന്തെങ്കിലും തരത്തിലുള്ള സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഏതൊരു നേതാവിനെയും KSUവിൻ്റെ ഭാരവാഹിയും സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായി സംഘടനയിൽ നിന്നും അവരെ മാറ്റും. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇക്കാര്യം പൂർണ്ണമായി നിഷേധിക്കാൻ തയ്യാറായില്ല. സംഘർഷമുണ്ടായി എന്ന കാര്യം അദ്ദേഹം സമ്മതിക്കുകയുണ്ടായി. മാത്രമല്ല, അവിടെ മദ്യപിച്ചാണോ സംഘർഷമുണ്ടായത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യം അദ്ദേഹം നിരാകരിച്ചു. എങ്കിലും KSUവിൻ്റെ ക്യാമ്പിൽ ഇത്തരത്തിലൊരു സംഘർഷമുണ്ടായി എന്ന കാര്യം VD സതീശനും അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. KSU പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അത് KSU സംസ്ഥാന കമ്മിറ്റിയും
NSU നേതൃത്വവും അത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായ പ്രശ്നങ്ങളിൽ ഉഴലുന്ന ഘട്ടത്തിലാണ് അവരുടെ പോഷക സംഘടനയായ KSUവിലും ഇത്തരത്തിലുള്ള സംഘർഷമുണ്ടാകുന്നത്. നേരത്തെ നമുക്കറിയാം, യൂത്ത് കോൺഗ്രസിൻ്റെ പാലക്കാട് നടന്ന ചിന്തൻ ശിബിറിൽ ഈ പറയുന്ന വനിതാ നേതാവിനെതിരെ, ദളിത് വനിതാ നേതാവിനെതിരെ ലൈംഗികപരമായി അതിക്രമം ഉണ്ടായി എന്ന വാർത്ത നേരത്തെ വന്നിരുന്നു. അത് കൈരളി ന്യൂസാണ് ആ ഘട്ടത്തിൽ പുറത്തുവിട്ടത്. അതിൻ്റെ തുടർച്ചയായി KSU എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുന്ന പഠന ക്യാമ്പിൽ വെച്ച് ഇത്തരത്തിൽ മദ്യപിച്ച് കൂട്ടത്തല്ലുണ്ടാകുന്നു എന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഗുരുതരമായ പരിക്കുമുണ്ടാകുന്നു. ഈ സംഭവത്തിൽ KPCC ഇപ്പോൾ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് നാളെ തന്നെ സമർപ്പിച്ച് തുടർ നടപടികളിലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഏതൊക്കെ തരത്തിൽ ഇത് നിഷേധിക്കാൻ ശ്രമിച്ചിരുന്നാലും കൈരളി ന്യൂസ് പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത് കോൺഗ്രസിനെ. അല്ലെങ്കിൽ അവർ പൂർണ്ണമായി അവർ നിരാകരിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇനി എന്ത് നടപടി KPCC കൈക്കൊള്ളും എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ബിനു. KSU സംസ്ഥാന ക്യാമ്പിൽ തമ്മിൽ തല്ലി നേതാക്കൾ. 2 നിയോജക മണ്ഡലം അധ്യക്ഷന്മാർക്ക് ഗുരുതരമായ പരിക്ക്. ഇവർ ചികിത്സയിലാണ്. സംഘർഷ ദൃശ്യങ്ങൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടതിനെ തുടർന്ന് KPCC അധ്യക്ഷൻ അന്വേഷണത്തിന് 3 അംഗ കമ്മീഷനെയും നിയോഗിച്ചു. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിർഭൻ ചക്രവർത്തി.